ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ബാല്യവും കൗമാരവും. ദമ്പതിമാരെ ബാല്യം കൊണ്ടേവം രഞ്ജിപ്പിച്ചു, സംപ്രതി കൗമാരവും സംപ്രാപിച്ചിതുമല്ലേ. വിധിനന്ദനായ വസിഷ്ഠ മഹാമുനി വിധിപൂർവകം ഉപനിച്ചിതു ബാലന്മാരെ. ശത്രുതികളോടും പുനരംഗങ്ങളുപാംഗങ്ങൾ സ്മൃതികളും ഉപസ്മൃതികളും അസ്തമമെല്ലാം പാഠമായതു പാർത്താൽ എന്തൊരത്ഭുതം. അവ പാഠമേറും നിജശ്വാസങ്ങൾ തന്നെയല്ലോ. സകല ചരാചര ഗുരുവായി മരുവീടും ഭഗവാൻ തനിക്കൊരു ഗുരുവായി ചമഞ്ഞീടും. സഹസ്രപത്മോ അവപുത്രനാം വസിഷ്ഠന്റെ മഹത്വമേറും ഭാഗ്യമെന്തു ചൊല്ലാവതോർത്താൽ. തനയന്മാരെന്നതു കണ്ടോരു ദശരഥൻ മനസ്സിൽ വളർന്നോരു പരമാനന്ദം കൊണ്ട് മുനിനായകനെയും ആനന്ദിപ്പിച്ചു നന്നായി. ആമോദം വളർന്നുള്ളിൽ സേവകഭാവം രാമലക്ഷ്മണന്മാരും കൈക്കൊണ്ടാരതുപോലെ. കോമളന്മാരായി മേവും ഭരതശത്രുഘ്നന്മാർ സ്വാമി ഭൃത്യകഭാവം കൈക്കൊണ്ടാരനുദിനം. രാഘവൻ അതുകാലമേകതാ കുതൂഹലാൽ വേഗമേറിയിടുന്നോരു തുരകരഥമേറി പ്രാണസംമിതനായി ലക്ഷ്മണനോടും ചേർന്ന് ബാണതൂണീര ഖഡ്ഗായുധങ്ങളും കൊണ്ട് കാനനദേശേ നടന്നിടിനാൻ നായാട്ടിനായി. കണായ ദുഷ്ടമൃഗസഞ്ജയം കൊല ചെയ്താൻ. ഹരിണ ഹരി ഹരി ഹരടി കിടി കിടി ഹരി ശബ്ദോലാദികളമിതാണ്. ബാണതൂണീര ഖഡ്ഗാദ്യായുധങ്ങളും കൊണ്ട് കാനനദേശേ നടന്നിടിനാൻ നായാട്ടിനായി. കാണായ ദുഷ്ടമൃഗസഞ്ജയം കൊല ചെയ്താൻ. ഹരിണ ഹരി ഹരി കരടി കിടികരി ഹരിതാതൂലാദികളമിതവന്യമൃഗം വധിച്ചു കൊണ്ടുവന്നു ജനകൻ കൽക്കൽ വെച്ച് വിധിച്ചവണ്ണം നമസ്കരിച്ചു വണങ്ങിനാൻ. നിത്യവും മുഷസ്തുത്യായ കുളിച്ചൂത്തു ഭക്തി കൈക്കൊണ്ട് സന്ധ്യാവന്ദനം ചെയ്ത ശേഷം ജനകജനനിമാർ ചരണാംബുജം വന്ദിച്ചനുജനോടും ചേർന്നു പൗരകാര്യങ്ങളെല്ലാം ചിന്തിച്ചു. ദണ്ഡനീതി നീങ്ങാതെ ലോകം തങ്ങൾ സന്തതം രഞ്ജിപ്പിച്ചു. ധർമ്മപാലനം ചെയ്തു. ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്ന് സന്തുഷ്ടാത്മന മൃഷ്ടഭോജനം കഴിച്ചത. ധർമ്മശാസ്ത്രാദി പുരാണേതിഹാസങ്ങൾ കേട്ട് നിർമ്മല ബ്രഹ്മാനന്ദലീന ചേതസാ നിത്യം
പരമൻ പരാപരൻ പരബ്രഹ്മക്യൻ പരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായ അവതാരം ചെയ്തേവം ഭൂമി ബാലകവൃത്തി കൈക്കൊണ്ടുവാണേടിനാൻ ചേതസാ വിചാരിച്ചു കണ്ടിലോ പരമാർത്ഥമേലുമോ ചെയ്യുന്നോനില്ലല്ലോ വികാരവും ചിന്തിക്കിൽ പരിണാമമില്ലാതൊരു ആത്മാനന്ദമെന്തൊരു മഹാമായ വൈഭവം ചിത്രം ചിത്രം. വിശ്വാമിത്രന്റെ യാഗരക്ഷ. അക്കാലം വിശ്വാമിത്രനാകിയ മുനികുലം മുഖ്യനും അയോധ്യക്കമ്മാറെഴുന്നള്ളിടിനാൻ രാമനായ അവനിൽ മായയാ ജനിച്ചോരു കോമളമായ രൂപം പൂണ്ടൊരു പരമാത്മാനം സത്ഞജ്ഞാനാനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞോരു വഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ട് ഭൂപതി ദശരഥനാശു സംഭ്രമത്തോടും പ്രത്യുത്ഥാനവും ചെയ്ത് വിധിനന്ദനോടും ചെന്നെരിതേറ്റു യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു ഭക്ത്യ സുസ്മിതം മുനിവരൻ തന്നോട് ചൊല്ലിടിനാൻ അസ്മജ്ജന്മവും ഇന്നു വന്നിതു സഫലമായി നിൻ തിരുവടി എഴുന്നള്ളിയ മൂലം കൃതാന്താന്തരാത്മാവായതു ഞാനിഹാതപോനിധേ ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നള്ളിയിടും ദേശം മംഗളമായി വന്നാശു സമ്പത്തും താനേ വരും എന്തോന്നു ചിന്തിച്ചെഴുന്നള്ളിയതെന്നും ഇപ്പോൾ നിൻ തിരുവടി അരുൾ ചെയ്യണം ദയാനിധേ എന്നാലാകുന്നതെല്ലാം ചെയ്വേൻ ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസകുലപതേ വിശ്വാമിത്രനും പ്രീതനായരുൾ ചെയ്തിടിനാൻ വിശ്വാസത്തോട് ദശരഥനോടതു നേരം ഞാൻ അമാവാസ്യാതോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ മാരീജ സുബാഹു മുഖ്യന്മാരാം നക്തഞ്ജരന്മാരിരുവരും അനുചരന്മാരായുള്ളോരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനായി അവനീപതേ രാമദേവനെ അയക്കേണം പുഷ്പരോത്ഭവപുത്രൻ തന്നോട് നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകേണം മടിയാതെ നല്ലതു വന്നിടുക നിനിക്കു മഹാപതേ കല്യാണമതേ കരുണാനിധേ നരവതേ ചിന്താചഞ്ചലനായ പങ്ക്തിസന്ധനം നൃപൻ മന്ത്രിച്ചു ഗുരുവിനോടേകന്തേ ചൊല്ലിടിനാൻ എന്തു ചെയ്വതു ഗുരോ നന്ദനൻ തന്നെ മമ സംജയിടുവതിനില്ലല്ലോ ശക്തിയൊട്ടും എത്രയും കൊതിച്ച കാലത്തിങ്കൾ ദൈവവശാൽ സിദ്ധിച്ച തനയനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമനെ നൽകിയിടാഞ്ഞാൽ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ എന്തോന്നു നല്ലതിപ്പോളെന്ന് നിൻ തിരുവടി ചിന്തിച്ചു തിരിച്ചരുളി ചെയ്തിടുക വേണം എങ്കിലോ
ദേവഗുഹ്യം കേട്ടാലും അമിത എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അതിഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തതം ധരാപതേ. മാനുഷനല്ല രാമൻ മാനവശിഖാമണേ, മനമില്ലാതെ പരമാത്മാവു സദാനന്ദൻ പത്മസംഭവം മുന്നം പ്രാർത്ഥിക്ക മൂലമായി പത്മലോചനൻ ഭൂമിവാരത്തെ കളവാനായി നിന്നുടെ തനയനായി കൗസല്യാദേവി തന്നിൽ വന്നവതരിച്ചിതു വൈകുണ്ഠൻ നാരായണൻ. നിന്നുടെ പൂർവജന്മം ചൊല്ലുവൻ ദശരഥ, മുന്നം നീ ബ്രഹ്മാജ്ഞൻ കശ്യപ പ്രജാപതി, നിന്നുടെ പത്നിയാകും അതിഥി കൗസല്യ കേൾ. ഇരുവരും കൂടി സന്തതിയുണ്ടാവാനായി ബഹുസംവത്സരമുഗ്രം തപസ്സു ചെയ്തു നിങ്ങൾ. മഹാമുഹുരാത്മിനി വിഷ്ണു പൂജാധ്യജാതിയോടും ഭക്തവത്സരൻ ദേവൻ വരദൻ ഭഗവാനും പ്രത്യക്ഷീകരിച്ചു. നീ വാങ്ങിക്കൊൾ വരമെന്നാൻ, പുത്രനായി പിറക്കേണമെനിക്കു ഭവാൻ എന്ന് സത്വം അപേക്ഷിച്ച കാരണം ഇന്നു നാഥൻ പുത്രനായി പിറന്നിതു രാമനെന്നറിഞ്ഞാലും. പ്രതീന്ദ്ര ശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും ശംഖചക്രങ്ങളല്ലോ ഭരത ശത്രുഘ്നന്മാർ. ശങ്ക കൈവിട്ടു കേട്ടുകൊണ്ടാലും ഇനിയും നീ യോഗമായാദേവിയും സീതയായി മിഥിലയിൽ യാഗവേദയാമയോനിജയായി ഉണ്ടായി വന്നു. ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂടിയിടും അതിനെന്നറിഞ്ഞിടേണം നീ. എത്രയും ഗുഹ്യം ഇത് വ്യക്തവ്യമല്ല താനും, പുത്രനെ കൂടയച്ചിടുക മടിയാതെ. സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു. ഭക്തിപൂർവം രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയാലും എന്നാമോദം കൊണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ. വരിക രാമ രാമ ലക്ഷ്മണ വരികയെന്നരികെ ചേർത്തു മാറിലണച്ചു. ഗാഠഗാഠം പുണർന്നുടൻ ശിരസിങ്കൽ ഗുണങ്ങൾ വരുവാനായി പോവിനെന്നുര ചെയ്താൻ. ജനകജനനിമാചരണാംബുജം കൂപ്പി മുനിനായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ. വിശ്വാമിത്രനെ ചെന്നു വന്ദിച്ചു കുമാരന്മാർ. വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും. ചാപതൂണീരബാണ ഖഡ്ഗപാണികളായ ഭൂപതികുമാരന്മാരോടും കൗശികമുനി യാത്രയും മയപ്പിച്ചാശീർവാദങ്ങളും ചൊല്ലി തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ. മന്ദം പോച്ചില ദേശം കടന്നോരനന്തരം മന്ദഹാസവും പൂണ്ടരുൾ ചെയ്തു മഹാമുനി. രാമ രാഘവ രാമ ലക്ഷ്മണകുമാര, കേൾ കോമളന്മാരല്ലോ ബാലന്മാരല്ലോ നിങ്ങൾ. ദേഹമെന്തോ ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാതെ, ദാഹവും വിശപ്പും ഉണ്ടാകാതെ ഇരിപ്പാനായി മാഹാത്മ്യം ഏറുന്നൊരു വിദ്യകൾ ഇവ രണ്ടും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും. ബലയും പുനരതിബലയും മടിയാതെ
വേദനിർമ്മിതകൾ ഈ വിദ്യകളെന്ന് രാമദേവനു മനുജനു ഉപദേശിച്ചു മുനി. ചുറ്റി പാസാദികളും തീർന്ന ബാലന്മാരുമാം അപ്പോഴേ ഗംഗ കടന്നിടിനാൻ വിശ്വാമിത്രൻ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഗൃഹപ്രവേശം, വിവാഹം, ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്. പ്രസ്റ്റീജ്, ബട്ടർഫ്ലൈ, ഇംപെക്സ്, പീജിയൻ, ബജാജ്, സുജാത, പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം, സ്റ്റീൽ, പ്ലാസ്റ്റിക്, ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.